ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. കുട്ടികളെല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിതിനെ ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇത്തിരി വില കൂടിയ ക്വസ്റ്റ്യൻ ആണ്, മീൻസ് 4 മാർക്കാണ്. ചിലപ്പോൾ ഇത് 6 മാർക്ക് കൊറോണ സമയത്തുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 4 മാർക്കൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റുകൂടാതെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ചെയ്യുക, തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പകുതി മാർക്കൊക്കെ ആയിട്ടും കുറയ്ക്കും. ഓക്കെ, അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാ ഓപ്പറേഷൻസും ഉണ്ട്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഉണ്ട്, ക്രോസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മോഡുലസ് ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇതിന് ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ വെക്റ്റർ ഫോമിലാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ ഇനി കാർട്ടീഷ്യൻ ഫോമും ഉണ്ട് കേട്ടോ. വെക്റ്റർ ഫോമും കാർട്ടീഷ്യൻ ഫോമും ഉണ്ട്. രണ്ടിലേതെങ്കിലും ഒരു ഫോമിൽ കൂടെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫോർമുല ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല D ഈസ് ഈക്വൽ ടു B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡുലസ് B1 ക്രോസ് B2. ഇതൊരു വലിയ മോഡുലസ് അതാണ്. കാരണം ഉള്ളിൽ കിടക്കുന്ന വല്ല ഏതെങ്കിലും കാരണവശാൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കണം. അതിനാണ് വലിയ മോഡുലസ്. അകത്ത് കിടക്കുന്ന 3 ടേംസ് ഉണ്ടല്ലോ, ഇതെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തെറ്റ് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളൊരു ടേം കണ്ടോ, B1 ക്രോസ് B2. ഫസ്റ്റിൽ നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇവിടെ ഏതാണ് A1 ഏതാണ് B1 എന്നൊക്കെ ഉള്ളതാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഫസ്റ്റ്, ഇതാണ് നമ്മുടെ A1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ B1. അതുപോലെ ഇതാണ് നമ്മുടെ A2, ഇത് നമ്മുടെ B2. ഓക്കെ ആണല്ലോ. അപ്പോൾ കറക്റ്റ് ഓർഡറല്ല, A1 B1 A2 B2. ഓക്കെ, ഇനി B1 ക്രോസ് B2 ഞാൻ തുടങ്ങുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ്. B1 ക്രോസ് B2 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് IJK. ഫസ്റ്റ് റോ ഈസ് ഓൾവേസ് IJK. നെക്സ്റ്റ് B1ൻ്റെ IJKയുടെ കോഎഫിഷ്യൻസും B2ൻ്റെ IJKയുടെ കോഎഫിഷ്യൻസും. B1 എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ IJKയുടെ കോഎഫിഷ്യൻസ് ഇവിടെ ആരും നമ്പർ കാണുന്നില്ലെങ്കിൽ 1 ആണ്. അപ്പോൾ Iയുടെ കോഎഫിഷ്യൻ്റ് 1, Jയുടേത് -1, Kയുടേത് 1. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് B2ൻ്റെ ഇതാണ്. അപ്പോൾ 2 1 2. അപ്പോൾ അതും മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ I ഇൻറ്റു മൈനസ് J ഇൻറ്റു പ്ലസ് K ഇൻറ്റു ഇങ്ങനെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ 3 റോയിൽ ഈ ഫസ്റ്റ് റോയിൽ തുടങ്ങുന്ന 3 പേരിൽ നിന്നും ഉള്ള 3 ബ്രാക്കറ്റ്സ്. I ഇൻറ്റു ഒരു ബ്രാക്കറ്റ് മൈനസ് J ഇൻറ്റു രണ്ടാമത്തെ എലമെൻ്റ് സൈൻ മാറ്റണം കേട്ടോ. ഇത് J ആയതുകൊണ്ട് മൈനസ് J ആണ്, ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ്. I ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ 4 പേരാണ്. -1 ഇൻറ്റു 2 -2 -1 ഇൻറ്റു 1 1. ഓക്കെ, നെക്സ്റ്റ് J ഇൻറ്റു എന്ന് പറയുമ്പോൾ ദൂരെയുള്ള 4 പേര്. 1 ഇൻറ്റു 2 2 -2 ഇൻറ്റു 1 2. K ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ 4 പേരാണ്. 1 ഇൻറ്റു 1 1 -2 ഇൻറ്റു -1 -2. ആൻസർ വരുമ്പോൾ -2 -1. വാട്ട് ഈസ് -2 -1? ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം കേട്ടോ. -2 -1 എന്ന് പറയുമ്പോൾ -3 ആയി. 2 -2 0 J. അപ്പം -0 J ആണെങ്കിലും കുഴപ്പമില്ല, +0 J ആണെങ്കിലും കുഴപ്പമില്ല, അത് 0 ആയി കഴിഞ്ഞു. 1 -1 + 2 ആൻസർ ഈസ് 3K. അപ്പോൾ നമുക്ക് B1 ക്രോസ് B2 കിട്ടി. ഇനി അതിൻ്റെ വേണ്ടി ചെറിയൊരു മോഡുലസ് എടുക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ചെയ്യാം. Therefore മോഡുലസ് B1 ക്രോസ് B2 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -3യുടെ സ്ക്വയർ 9, 0യുടെ സ്ക്വയർ 0, 3 സ്ക്വയർ 9, ആൻസർ ഈസ് റൂട്ട് ഓഫ് 80. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ആയി. നമ്മൾ ഇത്തിരി പകുതിയായി കേട്ടോ. നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഏകദേശം ഒരു ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതങ്ങ് തീർന്നോളും. ബാക്കി നോക്കുക. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ B1 ക്രോസ് B2 ഡോട്ട് A2 - A1. അപ്പോൾ A2 - A1 ഡോട്ട് എടുക്കണമെങ്കിൽ A2 - A1 ഇല്ലാതെ പറ്റില്ലല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ A2 - A1 കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. A2 - A1 എന്ന് പറയുമ്പോൾ A2ൽ നിന്ന് A1 കുറയ്ക്കണം. നമ്മുടെ A2 ഏതാണെന്ന് നോക്കിക്കേ, ഇതാണ് A2, ഇതാണ് A1. കുറയ്ക്കാൻ പോകണം, ഞാൻ നേരിട്ട് കുറയ്ക്കാൻ പോകണം, ശ്രദ്ധിച്ചിരുന്നോണം. ഇവിടുന്ന് അങ്ങോട്ടാണ്, തിരിച്ച് ഇങ്ങോട്ടല്ല. A2ൽ നിന്ന് A1 ഇവിടുന്ന് മണ്ടയ്ക്കോട്ട്. അപ്പോൾ 2i - 1i, ബാക്കി 1i. ശരിയല്ലേ? 2 i നിന്നും 1i അങ്ങ് പോയി, ബാക്കി നമ്മുടെ 1i കാണും. ഓക്കെ, അടുത്തത് ഇങ്ങനെ പറയണം, -J -2j ആൻസർ ഈസ് -3j. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. -1j -2j -3j. അടുത്തത് -k പ്ലസ് എന്ന് പറയുമ്പോൾ -k. അപ്പോൾ -k ബിക്കംസ് -2k. ഇതാണ് നമുക്ക് കിട്ടുന്ന A2 - A1. അപ്പോൾ നമ്മുടെ ഇത് കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? B1 ക്രോസ് B2 കൊടുത്തിട്ട് ഈ വെക്ടറുമായിട്ട് ഡോട്ട് എടുക്കണം. ഓക്കെ,
നെക്സ്റ്റ് അപ്പോൾ അതാണ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഈസ് ഈക്വൽ ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തു പോകണം. കണ്ട എല്ലാ ഓപ്പറേഷനും ഉണ്ട്. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണേ, അതുകൊണ്ടാണ്. അപ്പോൾ B1 ക്രോസ് B2 അങ്ങോട്ട് എടുത്ത് എഴുതാം. ദറ്റ് ഈസ് മൈനസ് 3i മൈനസ് 0j പ്ലസ് 3k ഡോട്ട് A2 മൈനസ് A1 കുട്ടി കിട്ടിയതാണ്ടത് i മൈനസ് 3j മൈനസ് 2k ദാറ്റ് ഈസ് ഈക്വൽ ടു. നമുക്ക് ഡോട്ട് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഡോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐയുടെ കൂടെ ഉള്ളതും ഇവിടുത്തെ ഐയുടെ കൂടെ ഉള്ളതും തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഐയുടെ കോഎഫിഷ്യൻസ് നമ്മൾ ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ വരുമ്പോൾ മൈനസ് 3 ഇൻറ്റു ഇവിടെ ഐയുടെ വരുന്ന 1. ഓക്കെ, ഒന്ന് വൃത്തിയായിട്ട് എഴുതിയേക്കാം. ഐ മൈനസ്. ഓക്കെ, ജെയുടെ വരുമ്പോൾ 0 കേട്ടോ, ചുമ്മാ 0 എന്നിട്ടേക്കാം. 0 ഇൻറ്റു മൈനസ് 3 0 ഏതാണ്ട് ഈ 0യും ഇവിടുത്തെ 3 ഇവിടെ 0. നെക്സ്റ്റ് 3 ഇൻറ്റു മൈനസ് 2 ആൻസർ ഈസ് വരുന്നത് മൈനസ് 3 0 മൈനസ് 6 ആൻസർ ഈസ് മൈനസ് 9. എല്ലാം കിട്ടി കേട്ടോ, രക്ഷപ്പെട്ടു. നമ്മുടെ 4 മാർക്ക് പോക്കറ്റിലായിട്ടുണ്ട്. നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട് A2 മൈനസ് A1. അതൊന്നും ശ്രദ്ധിച്ചേക്കാം, കാരണം മിക്കവാറും അവിടെയൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾ തെറ്റിച്ച് ഇവിടെ എന്തെങ്കിലും ഒന്ന് സൈൻ മാറി ഇതൊക്കെ മാറും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചതാണേ, നിങ്ങൾ എഴുതി ഞങ്ങൾക്ക് വേണേൽ കുറച്ചേക്കണം. ഓക്കെ, എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കാം. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു B1 ക്രോസ് B2 നമുക്ക് കിട്ടി. ഡോട്ട് A2 മൈനസ് A1 കിട്ടി. ഇതേണ്ട ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ കൊണ്ട് ഇത്രയും അത് കിട്ടി ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ മൈനസ് 9 ഓൺ ന്യൂമറേറ്റർ ബൈ മോഡുലസ് B1 ക്രോസ് B2 ഈസ് റൂട്ട് ഓഫ് 18. മൈനസ് ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എഴുതുമ്പോൾ 9 ബൈ റൂട്ട് 18. നല്ല ആൻസറൊക്കെ നല്ല കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്. ഇനി ഇതിനെ നല്ലവരെ വേണം കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്താലും മതി. വേണമെങ്കിൽ നമുക്ക് ആ 18നെ 9 ഇൻറ്റു 2 എന്ന് എഴുതാം. ചിലർക്ക് ഒന്നും വേണ്ട, ഇല്ലയോ? ഞാൻ ചുമ്മാ പറഞ്ഞതേ 9 ഇൻറ്റു 2. അപ്പോൾ 9ൻ്റെ റൂട്ട് പുറത്ത് വരും 3. റൂട്ടിന് പുറത്ത് വന്നാൽ ആ 3 ഈ 9 വെട്ടാം. ഓക്കെ, വെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര തന്നെ കിട്ടിയത് ഭാഗ്യം, നല്ലതാണ്. ഓക്കെ, ഇത് മതി. അപ്പോൾ നമ്മുടെ ഇതാണ് ആൻസർ. ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്സും ഉണ്ട്, വൃത്തിയായിട്ട് ചെയ്തേക്കണം. ഇനിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും പഠിച്ചോണം. നമ്മൾ ക്ലാസ് തരുന്ന എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സിലോട്ട് ഓരോരുത്തരും ഷെയർ ചെയ്യണം. അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞങ്ങോട്ട് പഠിക്കാനുള്ള തോന്നലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.